എല്ലാവർക്കും നമസ്കാരം. അങ്ങനെ വീണ്ടും വീണ്ടും അനുഭവങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു എന്താണ് ജീവിതാനുഭവം. ജീവിതാനുഭവം എന്ന് വെച്ചാൽ ഒരു ജീവിതത്തിലെ ഒരു ഘട്ടം കഴിഞ്ഞ് അതിനുശേഷം ഗുരുവായൂർ യാത്ര തുടങ്ങുന്ന ഒരു കുടുംബത്തിൻ്റെ കഥയാണ്, അനുഭവമാണ് പറയുന്നത്. എല്ലാവർക്കും അറിയാം, നമ്മുടെ ഗ്രൂപ്പിലുള്ള ആളാണ്. ഞാൻ അധികം നീട്ടുന്നില്ല, വേഗം കാര്യങ്ങളൊക്കെ വായിക്കാം. ചെറിയ അക്ഷരത്തിലാണ് എഴുതിയത്, അപ്പം ചെറിയൊരു ലാഗ് ഉണ്ടെങ്കിൽ ബുദ്ധിമുട്ടിൽ ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നുണ്ടേ കേൾക്കുന്നതിൽ. കൃഷ്ണ ഗുരുവായൂരപ്പ, ഹരേ രാമ, ഹരേ കൃഷ്ണ. എൻ്റെ പേര് സുധാ രമേഷ്. ഞാൻ താമസിക്കുന്നത് എറണാകുളം തമ്മനം എന്ന സ്ഥലത്താണ്. വീട്ടിലിപ്പോൾ ഞാനും ഭർത്താവും മാത്രമേ ഉള്ളൂ. ഞങ്ങൾക്ക് ഒരേ ഒരു മോളാണ്. മോളുടെ കല്യാണം കഴിഞ്ഞു ബാംഗ്ലൂരിലാണ്. മോൾക്കും മോനും മോളുടെ ഭർത്താവ് ജോലി അവിടെയാണ്. മോള് 7ാം ക്ലാസ് പഠിക്കുമ്പോൾ ഗുരുവായൂരിൽ വെച്ച് അവളുടെ ഡാൻസിൻ്റെ അരങ്ങേറ്റം നടത്തി. പക്ഷേ അതിനുശേഷം ഞങ്ങൾക്ക് ഗുരുവായൂരിൽ പോയി കണ്ണനെ തൊഴാൻ പറ്റിയതേയില്ല. സാഹചര്യം അങ്ങനെയായിരുന്നു. ഞാനും മോളും എന്നും പറയും ഞങ്ങൾക്ക് ഗുരുവായൂർ പോയി കണ്ണനെ തൊഴണമെന്ന്. പക്ഷേ വീട്ടിൽ പ്രായമായ ചേട്ടൻ്റെ അച്ഛനും അമ്മയും ഉണ്ട്. പിന്നെ ചെറിയ ഒരു പലചരക്ക് കടയാണ് ഞങ്ങൾക്ക്. അതുകൊണ്ട് പോവാൻ സാധിച്ചില്ല. പക്ഷേ എന്നും ഇത് ഓർത്ത് വിഷമിക്കും. ഞങ്ങളുടെ അടുത്തൊരു ശ്രീകൃഷ്ണ ക്ഷേത്രമുണ്ട്. അവിടെ പോയി പ്രാർത്ഥിക്കും. അങ്ങനെ 2015 അച്ഛൻ ഞങ്ങളെ വിട്ടുപോയി. 2023 ആഗസ്റ്റ് മാസത്തിൽ അമ്മ കിടപ്പിലായി. 24 ഏപ്രിൽ 27 അമ്മയും ഞങ്ങളെ വിട്ടുപോയി. അമ്മ കിടപ്പിലായ 8 മാസം. സത്യം പറഞ്ഞാൽ ചേട്ടനും ഞാനും അമ്മയെ ഒരു കുഞ്ഞിനെ പോലെയാണ് നോക്കുന്നത്. കൃത്യമായിട്ടും ആ സമയത്ത് ഞാൻ ഏതു നേരവും ഹരേ രാമ മന്ത്രം ചൊല്ലും. അമ്മയ്ക്ക് ഭക്ഷണം കഴിപ്പിക്കുന്ന സമയത്തും എല്ലാം ചെയ്യുന്ന സമയത്തും എല്ലാ ഭജനം ചൊല്ലും. അമ്മയ്ക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഞാൻ സ്ഥിരമായി വിഷ്ണു സഹസ്രനാമം ചൊല്ലാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ 6 കൊല്ലമായി. ഞങ്ങളുടെ മോളുടെ കല്യാണം കഴിഞ്ഞ് 4 വർഷമായി. അങ്ങനെ അമ്മയും പോയ ശേഷം ഞങ്ങൾ മാത്രമായി. അമ്മയുടെ ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ആദ്യം തന്നെ തീരുമാനിച്ചു, ആദ്യം ഗുരുവായൂർ പോയി കണ്ണനെ കണ്ടു തൊഴണമെന്ന്. അങ്ങനെ ഞങ്ങൾ വർഷങ്ങൾക്ക് ശേഷം ഗുരുവായൂരേക്ക് പുറപ്പെട്ടു. പക്ഷേ ഞങ്ങൾക്ക് ഒട്ടും അറിയില്ലായിരുന്നു അന്ന് ഞങ്ങൾ പോകുന്നത് വൈശാഖ മാസത്തിലെ ഏകാദശിയാണ് എന്ന്. അന്ന് ഞങ്ങൾ 6 മണിക്കൂർ ക്യൂവിൽ നിന്നിട്ടാണ് ദർശനം കിട്ടിയത്. അത് ഭയങ്കര സന്തോഷമായി. അന്ന് ഞങ്ങൾ കാലത്ത് മുതൽ ഒന്നും കഴിക്കാതെ വൈകിട്ട് 5 മണിക്കാണ് എന്തെങ്കിലും കഴിച്ചത്. പിന്നെ ഒട്ടും ക്ഷീണം ഉണ്ടായില്ല കേട്ടോ. പിന്നെ അതിനുശേഷം എല്ലാ മാസവും പോയി കണ്ണനെ കണ്ട് പ്രാർത്ഥിക്കുന്നു. ഇനിയാണ് എൻ്റെ ചെറിയ അനുഭവം പറയുന്നത്. കഴിഞ്ഞ മാസം നവംബർ 24 ഞങ്ങൾ പോകാൻ തീരുമാനിച്ചു. ഞങ്ങളപ്പോൾ ഇങ്ങനെ പ്ലാൻ ചെയ്തു, 23 രാത്രി 11 മണിക്കുള്ള ട്രെയിനിൽ പോയാൽ വെളുപ്പിനെ അവിടെ എത്താലോ. വെളുപ്പിനെ എത്തിയിട്ട് കണ്ണനെ കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ മമ്മിയൂർ അമ്പലത്തിലും പോയി വന്ന് പിന്നെ ഭഗവാന്റെ അന്നപ്രസാദവും കഴിച്ച് പിന്നെ സമയമുണ്ടെങ്കിൽ ആനക്കോട്ടയും കണ്ടു വരാമല്ലോ എന്ന് വിചാരിച്ചു. ഞങ്ങൾ അങ്ങനെ പുറപ്പെട്ടു. അവിടെ 24-ാം തീയതി വെളുപ്പിനെ 1:50 എത്തി. 2 മണിയായപ്പോഴേ ക്യൂവിൽ നിന്നു. പക്ഷേ ക്യൂ വലുതായിരുന്നു. മാത്രമല്ല അങ്ങനെ ആൾക്കാരെ അകത്ത് കടത്തിവിടുന്നില്ലായിരുന്നു. ഈ സമയമൊക്കെ ഞാൻ വിഷ്ണു സഹസ്രനാമം നോക്കിയും നാമം ചൊല്ലിയും ഇരുന്നു. അങ്ങനെ 7 മണിയായപ്പോൾ നീങ്ങാൻ തുടങ്ങി. അങ്ങനെ 8:30 ആയപ്പോൾ ഭഗവാന്റെ മുമ്പിലെത്തി. പക്ഷേ എന്തു പറയാൻ, കണ്ണനെ ശരിക്കൊന്ന് കാണാൻ കൂടി കഴിഞ്ഞില്ല. എനിക്കൊരു കണ്ണിന് മാത്രമേ കാഴ്ചശക്തിയുള്ളൂ. ആ ദർശനം കഴിഞ്ഞ് നീങ്ങിയപ്പോൾ ചേട്ടൻ കണ്ണനെ പറ്റി വിവരിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി. ഇത്രയും നേരം നിന്നിട്ടും എനിക്ക് ഒന്ന് ശരിക്ക് കാണാൻ പറ്റിയില്ലല്ലോ എന്ന്. ഞങ്ങൾ പുറത്തു വന്നുട്ടോ. ചെരുപ്പും ബാഗും എടുത്തു. കിഴക്കേ നടയിൽ കൂടി നടന്നു പോകുമ്പോൾ ഞാൻ എൻ്റെ സങ്കടം ചേട്ടനോട് പറഞ്ഞു. അങ്ങനെ നടക്കുമ്പോൾ നോക്കിയപ്പോൾ ക്യൂവിൽ അധികം ആളില്ല കേട്ടോ. അപ്പോൾ ചേട്ടൻ പറഞ്ഞു, നീ ഒരു പ്രാവശ്യം കൂടി പോയി വാ, ഞാനിവിടെ ഈ സാധനങ്ങളൊക്കെ ആയിട്ട് ഇരിക്കാമെന്ന്. അങ്ങനെ ആ ഒരു അവസ്ഥയിൽ ഞാൻ എന്ത് ചെയ്തു, ഞാൻ ആർത്തിയോടെ 2ാമതും ക്യൂവിൽ നിന്നുട്ടോ. ആ ദർശനം 11 മണിയായപ്പോൾ കഴിഞ്ഞു. ഞാൻ കണ്ണനെ 2ാമതും കണ്ടു തൊഴുതു. എനിക്ക് കാഴ്ചയുടെ ചെറിയ പ്രശ്നമുള്ളത് കൊണ്ട് കണ്ണൻ്റെ അലങ്കാരം മുഴുവനായും കാണാൻ പറ്റിയില്ലെങ്കിലും കണ്ണൻ്റെ മുഖത്തെ ശോഭ നല്ലവണ്ണം കണ്ടു തൊഴുതു. അതിനുശേഷം ഭഗവാന്റെ പ്രസാദവും കഴിച്ച് മമ്മിയൂരപ്പനെ കണ്ടു വണങ്ങി. ആനക്കോട്ട കണ്ടു. 1:30 ട്രെയിനിൽ ഞങ്ങൾ തിരിച്ചു പോന്നു. അന്ന് ഭഗവാൻ ഞങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും ഭംഗിയായി നടത്തിത്തന്നു. കൃഷ്ണ ഗുരുവായൂരപ്പ, ഇനിയും അങ്ങയെ കാണാൻ വരാൻ ഞങ്ങൾക്ക് ഭാഗ്യം ഉണ്ടാകണേ. എന്നും ഞങ്ങളുടെ മോൾക്ക് ഒരു കുഞ്ഞിനെ നൽകി അനുഗ്രഹിക്കണേ എന്നും പ്രാർത്ഥിക്കുന്നു. ഇത് ഒത്തിരി നീണ്ടുപോയി എന്നറിയാം സാർ. ഇത് സാറിന് ഉചിതമായി തോന്നുന്ന വിധത്തിൽ ചുരുക്കിയാലും സാരമില്ല. ഇനിയും ഇതിൽ ചേർക്കാൻ ഒത്തിരിയുണ്ട്. സാറിൻ്റെ സമയം കൂടി മനസ്സിലാക്കണമല്ലോ. സാറിനും ഫാമിലിക്കും എന്നും നന്മകൾ മാത്രം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സർവം കൃഷ്ണാർപ്പണമസ്തു. സുധാ രമേഷ്. ഇതിലെങ്ങനെയാണ് ഞാൻ ചുരുക്കുക ഒന്ന് പറഞ്ഞേ, കേൾക്കുന്നവരൊന്ന് പറഞ്ഞേ. ഇതിലെന്താ ചുരുക്കേണ്ടത്, എന്താ കുറയ്ക്കേണ്ടത്? ഒന്നും ചുരുക്കാനുമില്ല, കുറയ്ക്കാനുമില്ല. അതിന് എന്നെ കൊണ്ട് പറ്റില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലെ ഓരോ വാക്കുകളും അർത്ഥവത്തായിരുന്നു, ഓരോ വാക്കുകളും ഭക്തിയോടെയുള്ളതായിരുന്നു, ഓരോ വാക്കുകളും ഭഗവാനോടുള്ള സ്നേഹമായിരുന്നു. ഇതിൽ കൂടുതലൊന്നും പറയാനില്ല, ഞാനൊന്നും പറയുന്നില്ല. എല്ലാവരിലേക്ക് എത്തിക്കട്ടോ. വളരെ
ഒരുപാട് അനുഭവങ്ങൾ കയ്യിലുണ്ട്. ഞാനങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കുക കേട്ടോ. ഞാൻ നിങ്ങൾ എന്നോട് ചോദിക്കുന്നവരോടൊക്കെ 2 ദിവസം കഴിഞ്ഞ് ഓർമ്മിപ്പിക്കണേ എന്ന് പറയും. അപ്പം പലരും ഓർമ്മിപ്പിക്കും, ചിലര് ഓർമ്മിപ്പിക്കില്ല, ചിലര് മതിയാക്കും. ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നവരുടേത് ഞാനങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. വാട്സപ്പ് ഗ്രൂപ്പിൽ വരാം. ഇപ്പം ഞങ്ങൾ ദിവസവും കൃഷ്ണവിഗ്രഹം സമ്മാനം കൊടുക്കുന്നുണ്ട്. വേറെ വിശേഷങ്ങളൊന്നും ഇല്ലല്ലോ. ജോയിൻ ബട്ടണിലൂടെ യൂട്യൂബ് ജോയിൻ ബട്ടണിലൂടെ വരിക. കമൻറ്റ് ബോക്സ് ഫേസ്ബുക്കിൽ ഡീറ്റെയിൽസ് ഉണ്ടാവും. ഹരേ കൃഷ്ണ.